ഇപ്പോൾ പാടിയ ഗാനത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കെല്ലാം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിൽ വാഴും ആത്മാവ്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം, ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ? ആ പരിശുദ്ധാത്മാവ് ഇനി നമ്മളെ വിട്ടു പോകുമോ? അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോഴും വിട്ടു പോകുമോ? പോവില്ലേ? ഇല്ല. അതാണ് ശരിക്കും ഉണ്ടാകേണ്ട ആ വിശ്വാസം. പരിശുദ്ധാത്മാവിനെ ഈശോ തൻ്റെ പാപപരിഹാര ബലിക്ക് ശേഷം നൽകിയിരിക്കുന്നത്, ഈശോ പറഞ്ഞു, ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകും. എന്തിനാണ്? എപ്പോഴും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ. നൗ ആൻഡ് ഫോർ എവർ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കുന്നതിനേക്കാൾ വലിയ മനോഹരമായ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു എന്നതാണ് രഹസ്യം. നമ്മളെ നയിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഉള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം പറയുന്നത്. അപ്പോൾ പഴയ നിയമം ഒരു കാലഘട്ടം, ഈശോയുടെ മനുഷ്യാവതാരം മുതൽ ഈശോയുടെ പീഡാസഹനം വരെയുള്ള കാലഘട്ടം, ഈശോയുടെ പീഡാസഹനവും പന്തക്കോസ്തയ്ക്ക് ശേഷമുള്ള കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഏത് കാലഘട്ടത്തിലുള്ളവരാ? പന്തക്കോസ്തയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിലുള്ളവരാണ്. ഈശോയുടെ പീഡാനുഭവം പന്തക്കോസ്തയ്ക്ക് മുൻപുള്ള കാലഘട്ടത്തിലാണ് ഈ സുവിശേഷ കാലഘട്ടം. അതിനകത്ത് ആരെങ്കിലും ക്രിസ്ത്യാനികളുണ്ടോ? ഈ നിക്കോദേമോസോ സമരിയാക്കാരിയോ എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളവർ ആരെങ്കിലും ക്രിസ്ത്യാനികളാണോ? ഒറ്റ ക്രിസ്ത്യാനികളും അതിലില്ല. കാരണം ക്രിസ്ത്യാനി ഉണ്ടാകുന്നത് എപ്പോൾ മുതലാണ്? പന്തക്കോസ്തയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, മാത്രമല്ല യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ ആ രക്ഷാകര രഹസ്യങ്ങളിൽ വിശ്വസിച്ചവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ നമ്മളിങ്ങനെ പറയാണ്, ദേ ബൈബിൾ പറയുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ബൈബിൾ എവിടെ പറയണം? ആരോട് പറയണം? ക്രോണോസ് ആൻഡ് കൈറോസ് എന്ന രണ്ട് വാക്ക് പഠിക്കണം. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ആദ്യം മുതൽ ക്രോണോളജിക്കൽ ആയിട്ട് സംഭവിച്ചിരിക്കുന്ന നിരവധി സംഭവങ്ങൾ ക്രോണോസ്. ഇപ്പോൾ ഉൽപ്പത്തി, അതിനുശേഷമുള്ള മൂശ പുസ്തകങ്ങൾ, അതിനുശേഷമുള്ള പ്രവാചക ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം ക്രോണോസ് ആണ്. എന്നാൽ അപ്പോൾ ഈ ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്രോണോമീറ്റർ, ടൈം, സമയാസ്പദമായി, ക്രോണിക്കൽ. കെയ്റോസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സംഭവമാണ്. അപ്പോൾ ബൈബിൾ മുഴുവൻ്റെയും കെയ്റോസ് എന്ത് സംഭവമാണ്? യേശു സംഭവം. ഈ യേശു സംഭവത്തിലേക്ക് വേണ്ടിയാണ് ഈ ക്രോണോസ് എല്ലാം വിരൽ ചൂണ്ടുന്നതും അത് ചെന്ന് അവസാനിക്കുന്നതും എവിടെയാ? കെയ്റോസിലേക്കാണ്. പഴയ നിയമം മുഴുവനും എന്തിനു വേണ്ടിയാണ്? ഈ വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള വെളിപാടുകളാണ്. ആ യേശു വന്നു കഴിഞ്ഞിരിക്കുന്നു, കെയ്റോസ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ കെയ്റോസിന്റെ അനുഭവത്തിലാണ് ഇനി ലോകം മുഴുവനും പുതിയതാക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചം തന്നെ, ഭൂമി, യൂണിവേഴ്സ് തന്നെ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷം.
ഇതിൻ്റെ വ്യാപ്തി നമ്മൾക്ക് മനസ്സിലാക്കാൻ ആരംഭിച്ചാലുണ്ടല്ലോ നമ്മളങ്ങ് അത്ഭുതപ്പെട്ടു പോകും. അതിലേക്ക് നമ്മൾ വരണം. ഇപ്പം നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുമ്പോഴും ആരെയാണ് പ്രൈസ് ചെയ്യണേ? നമ്മൾ ആരെയാ പ്രൈസ് ചെയ്യണേ? ആരെയാ പ്രൈസ് ചെയ്യണേ? പറയും. ക്രിസ്തുവിനെ. ഏത് ക്രിസ്തുവിനെ? മരിച്ച് ഉയർത്ത ക്രിസ്തുവിനെ. അപ്പൊ ഉയർപ്പിന്റെ അതാണ് ഈ സങ്കീർത്തനങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളാണ്. അത് വേറൊരു ചാപ്റ്റർ തുറക്കാട്ടോ. ഇപ്പോൾ ഞാനതിങ്ങനെ ഒളിച്ചു വെച്ചേക്കായിരുന്നു. ഇപ്പൊ പറയണ്ട. എൻ്റെ ജീവിതത്തിലെ നിർണായകമായൊരു വളർച്ച എന്നിൽ തന്നത് സങ്കീർത്തനങ്ങളാണ്. ഇപ്പം ഞാൻ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞതൊക്കെ ഞാൻ എഴുതിയ പാട്ടുകളാണ്. അങ്ങനെ ഇരിക്കെ പുതിയ ഒരു സെറ്റ് ഗാനം എഴുതാൻ ആരംഭിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നീ ഒന്നും എഴുതണ്ടെന്ന്. ഭയങ്കര വിഷമായി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ പാട്ടുകൾ. ചിലർ പറയും, ഇതൊക്കെ എന്ത് പാട്ട്, ഇത് കുറച്ച് വചനം പിറക്കി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് അതിനകത്ത് വല്ല കവിതയുണ്ടോ? പക്ഷേ നമ്മളോട് കർത്താവ് പറയണത് ഈ വചനം തന്നെ ഗാനമായി പാടാനാണ്. ഇപ്പോൾ വിശുദ്ധി എന്നുള്ള ഗാനം, അതിനകത്ത് വലിയ കവിത ഒന്നുമില്ല. പക്ഷേ അത് പാടുമ്പോൾ മനുഷ്യനിൽ ഇത്രയെല്ലാം. അങ്ങനെ ഈശോ പറയാണ്, നീ ഇനി എഴുതണ്ട എന്ന് പറഞ്ഞു. ആദ്യം ഇച്ചിരി പ്രയാസമൊക്കെ തോന്നി. പക്ഷെ എനിക്ക് മനസ്സിലായി ഈശോ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്തോ വലിയ കാര്യം വേറെ ചെയ്യാനുണ്ടാവും. അല്ലാണ്ട് ഈശോ ഒരു കാര്യം നിർത്തൂലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയണേ, ഞാൻ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നീ എഴുതിയ പാട്ടോ ഞാൻ എഴുതിയ പാട്ടോ ഏതാ നല്ലത്? സംശയമുണ്ടോ? നമ്മൾ ഈ വിഡ്ഢികളായിട്ട് നമ്മൾ വലിയ പാട്ട് എഴുത്തുകാരായിട്ട് ഇങ്ങനെ അത് പ്രചരിപ്പിക്കുന്നതിൽ വലിയ സന്തോഷം, അത് പാടുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷം, അതിൻ്റെ കാസറ്റും CD എല്ലാം ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ സന്തോഷം. കർത്താവ് പറയാണ്, ഞാൻ എഴുതിയ പാട്ട് ആരും വേണ്ട മാതിരി പാടുന്നില്ല. എന്താണ്? ഞാൻ 150 സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെന്നെ അങ്ങ് ഭയങ്കരമായി ഒരു വലിയ കവാടം അങ്ങ് തുറന്ന ഒരു അനുഭവം. ഞാൻ ആ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ആരംഭിച്ചു. എൻ്റെ ദൈവമേ, അപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ സെമാഹൂസിലേക്ക് പോകുന്ന വഴിക്ക് ഈശോ എന്താ പറഞ്ഞത്? എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കറിയില്ലേ? അപ്പം ഇതാണ് മറ്റൊരു ഈശോയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈശോയെക്കുറിച്ച് ആണ് ഈ പ്രവാചക ഗ്രന്ഥങ്ങളെല്ലാം. ഈ പ്രവാചക ഗ്രന്ഥങ്ങളെല്ലാം ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ചാണ്. ഈ മോശയുടെ പുസ്തകങ്ങളെല്ലാം ഈശോയെക്കുറിച്ചാണ്. ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ 150 സങ്കീർത്തനത്തിലെയും കഥാനായകൻ ഈശോ ആണ്. ഞാൻ വേറൊരു സരളമായിട്ടുള്ള ഒരു കഥ പറയാം. ഈ ഇടയ്ക്കൊക്കെ കല്യാണക്കാർ, ഇപ്പം നമ്മളുടെയൊക്കെ മക്കൾക്ക് കല്യാണമൊക്കെ ആലോചനകൾ വരുന്നുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ വരുമല്ലോ. ഇപ്പം പെണ്ണ് കാണാനൊക്കെ നടക്കും. അപ്പോൾ ചെറുക്കൻ അമേരിക്കയിലാണ്, പെണ്ണ് വേറെ ഏതെങ്കിലും രാജ്യത്താണ്. നമ്മൾ കാരണന്മാർ ഇവിടെയാണ്. എവിടെ ആയിക്കൊള്ളട്ടെ. പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ല. നമ്മൾ കാണാണ്ട് തന്നെ ഇവരൊക്കെ ചാറ്റും ചെയ്തെല്ലാം കണ്ട് കംപ്ലീറ്റ് വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യും? അങ്ങനെ നമ്മളും മക്കളും എല്ലാം കൂടി ഒരുമിച്ച് കണ്ടുപിടിച്ച് ചെറുക്കൻ അമേരിക്കയിലാണ്, നമ്മുടെ മകള് ബാംഗ്ലൂരോ ഡൽഹിയിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ വേറെ രാജ്യത്താണ്, നമ്മൾ വേറെ രാജ്യത്ത്. എങ്ങനെ ഒരു പെണ്ണുകാണൽ നടക്കും?
അപ്പോൾ മോൾ ഒരു നമ്മൾ സ്കൈപ്പിലൂടെ കാണണം. അപ്പോൾ നമ്മൾ സ്കൈപ്പിലൂടെ കോൺഫറൻസ് സ്കൈപ്പിലൂടെ ഒരു കോൺഫറൻസ് അറേഞ്ച് ചെയ്തു. പെണ്ണ് കണ്ടു, ചെറുക്കനെ കണ്ടു. അപ്പോൾ കുഴപ്പമില്ല, മിടുക്കനാണ്. ഓ, അവൻ്റെ മൂക്ക് കണ്ടോ, അവൻ്റെ കണ്ണ് കണ്ടോ, എല്ലാം ഭംഗിയായിരിക്കണം, നല്ല ക്വാളിഫിക്കേഷൻ, അവൻ നല്ല ജോലിയുണ്ട്. ശരി, ഞങ്ങൾ നാട്ടിൽ പോയിട്ട് നാട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. നാട്ടുകാരോട്ട് ആലോചിച്ചപ്പോൾ നല്ല കുടുംബം, നമുക്ക് പരിചയമൊക്കെ ഉള്ള കുടുംബം, അതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ പഴയ നാട്ടു നടപ്പനുസരിച്ച് പെണ്ണ് കാണൽ നടന്നോ? പെണ്ണ് കാണൽ സ്കൈപ്പിലൂടെ നടക്കണോ? അങ്ങനെ കണ്ടു, കാര്യം തീരുമാനിച്ചു, വിവാഹം തീരുമാനിച്ചു. പക്ഷേ ചെറുക്കൻ പറയാണ്, എനിക്ക് 1 വർഷം കഴിഞ്ഞാലേ ലീവ് കിട്ടുള്ളൂ, ഇപ്പോൾ വന്നാൽ പിന്നെ എൻ്റെ ജോലി പോവും. അയ്യോ, ജോലികളായിരുന്നു, അയ്യോ ജോലിയാണ് പ്രധാനം. മനസ്സിലാവുന്നുണ്ടോ? ചെറുക്കനൊന്നുമല്ല പ്രധാനം, എന്താണ്? ജോലിയാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ട് വരാം, കല്യാണം കഴിക്കാം സമയത്തിനപ്പോൾ നമ്മളുമൊക്കെ ലീവൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് നാട്ടിൽ. ഈ 1 വർഷം വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കും. ഇവനിവിടുന്ന് പുതിയ പുതിയ ചിത്രങ്ങൾ, പല വേഷത്തിൽ, പല കോട്ടുകൾ, പല ജമ്പറുകളൊക്കെ ഇട്ടുകൊണ്ട് അവനിങ്ങനെ ഫോട്ടോകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. കണ്ട പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര രസമില്ലേ? അവരും ഫോട്ടോ, ഈ മക്കൾ ഈ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് മമ്മീനെയും ഡാഡീനെയൊക്കെ കാണിച്ചു. മിടുക്കനാണ് കേട്ടോ. അപ്പോൾ മമ്മിയും ഡാഡി ഇതെല്ലാം ഇവിടെ കുറച്ചൊക്കെ ചില്ലിട്ട് വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും വീട്ടുകാരൊക്കെ വരുമ്പോഴേ കല്യാണമൊക്കെ ഉറപ്പിച്ചു, ഇതാണ് ചെറുക്കൻ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇതാണ് ചെറുക്കൻ. ഇങ്ങനെ ഇവന്റെ ഫോട്ടോ നോക്കി നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ എന്ന് വരും? ഇനി 3 മാസമുള്ളൂ. ഓ, അപ്പോഴേക്കും എല്ലാം ഹോള് ബുക്ക് ചെയ്തു, എല്ലാം ചെയ്തു. അങ്ങനെ അവൻ വന്നു. Praise the Lord. അവൻ വന്നു കഴിഞ്ഞാൽ ഇനി ഈ ഫോട്ടോ നോക്കണോ, അവനെ നോക്കണോ? കാര്യം മനസ്സിലായോ? ഇനിയും നമ്മൾ അവന്റെ ഫോട്ടോ നോക്കിയിരിക്കണോ, അതോ അവൻ നേരിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ അവനെ നോക്കണോ? അപ്പൊ ഇതാണ് പൗലോസ് പറയുന്നത്, ഈ പഴയ നിയമങ്ങളെല്ലാം വരാനിരിക്കുന്നവന്റെ ചിത്രങ്ങളാണ്. യെശയ്യാ പറഞ്ഞിട്ടുണ്ട്, അവനിങ്ങനെയായിരിക്കും. എസെക്കിയേൽ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇങ്ങനെയായിരിക്കും. സങ്കീർത്തനങ്ങളിൽ എന്തോരം കാര്യങ്ങളാണ് പറഞ്ഞേക്കണത്, അവൻ എങ്ങനെയായിരിക്കും. വരാനിരിക്കവൻ വന്നു. പക്ഷെ നമ്മളിപ്പോഴും അവൻ വന്നില്ല, അവൻ വരണേ, അവൻ വരുമോ എന്നുള്ള ഒരു സംശയത്തിലും പഴയ ചില ഫോട്ടോകളൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലാണ് നമുക്കുണ്ടാകേണ്ട ഒരു വ്യത്യാസം. അവൻ വന്നു കഴിഞ്ഞിരിക്കുന്നു, അവൻ നമ്മുടെ മണവാള ചെറുക്കനാണ്, അവൻ നമ്മുടെ മകനാണ്, അവൻ നമ്മുടെയാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരവസ്ഥയാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കണം, നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കണു. ഇത് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ എന്തു വേണം? ജ്ഞാനസ്നാനം കിട്ടണം, എങ്കിലേ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. മനുഷ്യനെ മറ്റു കൂദാശകളിലൂടെ ഇതിന്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് വരും. ഉദാഹരണത്തിന്, കൂദാശകളിലൂടെ ദൈവത്തിന്റെ കൃപ നമുക്ക് കിട്ടണോ? എന്നാൽ വിശുദ്ധ കുർബാനയിലൂടെ ഈ കൃപയുടെ ദാതാവിനെ നമുക്ക് കിട്ടണോ? വിശുദ്ധ കുർബാനയുടെ ആരെ കിട്ടണോ? കൃപയുടെ ദാതാവിനെ.
അപ്പോൾ ഒരുപക്ഷേ ഈ 2 ദിവസത്തിലൂടെ നമ്മളെ ദൈവം നയിക്കാൻ പോകുന്നത് വളരെ ആഴമായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള അറിവിനേക്കാണ്. ഈശോ ഇത് സുവിശേഷത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. രാത്രി മുഴുവനും അവനറിയാവുന്ന സകല അഭ്യാസങ്ങളും നടത്തിയിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല. കർത്താവ് വള്ളത്തിൽ കയറിയപ്പോൾ പറയാണ്, ഇനി നീ ആഴത്തിലേക്ക് നീക്കി വലയേറി. അപ്പോൾ പത്രോസ് പറഞ്ഞ, കർത്താവേ, ഈ വല തന്നെയാണ് ഞാൻ രാത്രി മുഴുവനും എറിഞ്ഞത്, ഈ കടലിൽ തന്നെയാണ് എറിഞ്ഞത്, ഈ വള്ളത്തിൽ നിന്ന് തന്നെ എറിഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്താണ് വ്യത്യാസം? അവിടെ വ്യത്യാസം എന്താ? വള്ളത്തിൽ വേറൊരാളുണ്ട്, വള്ളത്തിൽ കർത്താവുണ്ട്. അവന്റെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു നേട്ടമല്ല അവിടെ, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അധിഷ്ഠിതമായ ഒരു നേട്ടമാണ്. ഇതുപോലെ ഒരു അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരുമാകുന്ന ഈ വള്ളമാകുന്ന നമ്മുടെ ഉള്ളം. നമ്മളുടെ ഉള്ളത്തിൽ വസിക്കുന്ന കർത്താവ് ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആ കർത്താവ് കാണിച്ചു തരുന്നിടത്തേക്ക് വലയെറിയുക. ധാരാളം വിജയം ഉണ്ടാകും. കർത്താവ് ഇവിടെയൊന്നുമില്ല, എവിടെയാണാവോ എന്ന് വിചാരിച്ച് വലയെറിഞ്ഞിട്ട് കാര്യമില്ല. അവസാനം നമ്മൾക്ക് കാണാം, ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ കണ്ടിട്ട് അവരെ അനുഗ്രഹിച്ചു, നിങ്ങളെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അയച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ അവരെല്ലാവരും കൂടി എവിടെ പോയി നോക്കി? അവരൊരു പിക്നിക്കിന് പോയി, തെബേരിയോസ് കടപ്പുറത്ത്. അവിടെ വള്ളം കണ്ടപ്പോൾ അവരെല്ലാവരുടെയും പഴയ മുക്കുവ സ്വഭാവം പുറത്തു വന്നു. 3 വർഷം ഇവർ ഈശോയുടെ കൂടെ നടന്നിട്ടും ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോയെ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയത് നമുക്ക് ഒന്ന് ആലോചിച്ച് ചിന്തിക്കുമ്പോൾ എന്താ പറയുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അവർ മുഖാമുഖം കണ്ടിട്ടും അവർ വീണ്ടും അവരുടെ പഴയ പണിക്ക് പോയി. പക്ഷേ ഒറ്റ മീൻ പോലും കിട്ടിയില്ല. കർത്താവ് അവരെ കുറ്റം പറഞ്ഞില്ല. കർത്താവ് അവരെ അന്വേഷിച്ച് കടപ്പുറത്ത് ചെന്നു. കടപ്പുറത്ത് ചെന്നു നോക്കിയപ്പോൾ അവിടെ ഭയങ്കര മീൻപിടുത്തം, ഒന്നുമില്ലാന്ന് മനസ്സിലാവുന്നുണ്ട് കർത്താവിന്. എന്നിട്ടും കർത്താവ് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും ഉണ്ടോ? അപ്പൊ ഇവര് വിചാരിച്ച് വല്ല കസ്റ്റമർ രാവിലെ തന്നെ മീൻ ചോദിച്ചു വന്നേക്കാണ്. ഷോ, ഇവർക്ക് ആകെ പ്രയാസമായി. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. കണ്ടോ, ഞാൻ പറഞ്ഞതാണ് അങ്ങോട്ട് നീക്കി വലയെറിയാനായിട്ട്, എങ്കിൽ ഇപ്പൊ മീനുണ്ടായേനെ. രണ്ട് രാവിലെ തന്നെ നല്ലൊരു കസ്റ്റമർ, ഇപ്പൊ കാശ് കിട്ടിയേനെ. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാ? ഒന്നും കൂടി ഇറക്കി നോക്ക്. വെറുതെ അയാൾ പോയി വല്ലയിടത്തും മീൻ മേടിച്ചോട്ടെ, അയാളോടുള്ള കാര്യം പറയും, നമ്മുടെ കയ്യിൽ മീനില്ല എന്ന് പറയും. അപ്പൊ ഇവര് പറഞ്ഞു, മീനൊന്നുമില്ല. പക്ഷേ ഈ കസ്റ്റമർ അവിടെ നിന്ന് പോകുന്നില്ല. പുള്ളി പറയാണ് മാറ്റിയറി. ഇത് കേട്ടപ്പോ അവർക്കൊരു തമാശ തോന്നിയിട്ടുണ്ടാവും. ഈ ഞങ്ങളെ മീൻപിടുത്തം പഠിപ്പിക്കാൻ വന്നേക്കും. ഏത്? ഞങ്ങൾ ഈ കടപ്പുറത്ത് ജനിച്ച് വളർന്ന് ഈ കടലുമായിട്ട് മല്ലിട്ട് ജീവിച്ചിരുന്ന ഞങ്ങളെ മീൻപിടുത്തം പഠിപ്പിക്കണം എന്ന് ചിന്തിച്ചാൻ പാടില്ലായി ഒന്നുമില്ല അല്ലേ? അങ്ങനെ അവർ തമ്മിൽ ചർച്ചയായിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇത്രയും പണിതിട്ടൊന്നും കിട്ടിയില്ല, ഇത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഇടത്തേതിൽ നിന്ന് എടുത്ത് വലത്തേതിലിടാനല്ലേ പറഞ്ഞോളൂ, ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ എന്തിട്ട് ഇത്രയും വള്ളം, ഈ ഇത് കണ്ടോ, ഈ 2 മീറ്റർ വീതിയുള്ളൂ ഈ വള്ളത്തിന്. അതിന്റെ ഇടത്ത് വശത്തിട്ട ഇതെടുത്ത് വലതുവശത്ത് ഇടുന്നതിൽ മീൻ കിട്ടുമെന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളൂ?
ഈ കടലിൽ മീനുണ്ടെങ്കിൽ നമുക്കത് കിട്ടണ്ടല്ലേ? ഭയങ്കര തർക്കം. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരവസ്ഥ. അവസാനം അവർ തീരുമാനിച്ചു, ആള് പറയുന്നത് കേൾക്കുക, അദ്ദേഹം പറയുന്നത് കേൾക്കുക. ഇതാണ് പിതാവ് പറഞ്ഞത്, ഇവൻ പറയുന്നത് കേൾക്കുക. കാര്യമായിട്ട് വല്ലതും ചെയ്യണോ? രാത്രി മുഴുവൻ അവരുടെ മസിൽ പവർ കൊണ്ട് അവർ അധ്വാനിച്ചിട്ട് കിട്ടാഞ്ഞത് വെറും ഒരു വാക്ക് കേട്ടപ്പോൾ കിട്ടി. ആ വലത്തേക്ക് മാറ്റി എറിഞ്ഞപ്പോൾ വലിയൊരു മീൻപിടുത്തം. ആ സമയത്ത് അവർ മനസ്സിലാക്കി. ഉടനെ അവർക്ക് മനസ്സിലായത് എന്താ? ആ വല പൊക്കണ നേരത്ത് ആ വലയിലെ മീനിന്റെ പെടപ്പ് അനുഭവിച്ചപ്പോ ആ വല പൊക്കുന്ന നേരത്ത് കരയ്ക്ക് നിൽക്കണത് കർത്താവല്ല. കണ്ടോ എപ്പോഴാ മനസ്സിലായത്? ഉടനെ പത്രോസ് അവിടെ നിന്ന് തുണിയൊക്കെ വാരി കൊടുത്തു, ഒറ്റ ചാട്ടം. അയ്യോ, ഞാൻ നിങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് കർത്താവ് പറഞ്ഞത്. അപ്പോഴാണ് പത്രോസിന് ഒരു വെളിവുണ്ടായത്. എൻ്റെ കർത്താവേ, ഞാൻ എല്ലാം വിട്ട് സകലതും വിട്ട് വന്ന ഞാൻ എന്തിനാ ഞാൻ വീണ്ടും ഈ മീൻപിടുത്തത്തിലേക്ക് പോയത്? കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഒന്നും മിണ്ടുന്നില്ല. സാവധാനം എല്ലാവരും അവിടെ എത്തി. കർത്താവ് അവൻ അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരാരും മീൻ പിടിക്കാൻ പോയിട്ടില്ല. ഒരു രൂപാന്തരീകരണത്തിന്റെ അനുഭവമാണ് അവർക്കുണ്ടായത്. അന്ന് വരെ അവർ എന്തെല്ലാം യേശു ചെയ്തത് കണ്ടു, ഒരു ഇൻഫർമേറ്റീവായിട്ട് കിട്ടി. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടായില്ല. മാറ്റമുണ്ടായോ? പക്ഷേ ഈ കൗതാശികമായ ആ ഉയർപ്പിന്റെ ശക്തി മുഴുവനും അരച്ച് കുറിച്ചിട്ടുള്ള ആ ജീവന്റെ അപ്പം അവർ ഭക്ഷിച്ചപ്പോ മുതൽ അവരിൽ വലിയ ഒരു മാറ്റമുണ്ടായി. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ കരബലത്താലല്ല, നമ്മുടെ സ്വന്തം ശക്തിയാലല്ല, മറിച്ച് കർത്താവിൻ്റെ ശക്തിയാലാണ്. കർത്താവിൻ്റെ മാത്രം ശക്തിയാലാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മ ശക്തിയിലൂടെയും കൗദാശിക ശക്തിയിലൂടെയും വചനത്തിലുള്ള വിശ്വാസത്തിലൂടെയുമാണ്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തത് ഈ വചനം കർത്താവ് പറഞ്ഞത് അവർക്ക് അനുസരിക്കാൻ പറ്റാഞ്ഞതെല്ലാം ഇങ്ങനെയൊരു പ്രവർത്തനത്തെ നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ഗാനം ഒന്ന് പാടിയേ. അപ്പൊ അതില് പരിശുദ്ധാത്മാവെ നീ എന്നുള്ളി വരണേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണേ എന്നൊരു സ്റ്റെപ്പ് പാടിക്കഴിഞ്ഞിട്ട് അടുത്തത് ദൈവജ്ഞാനം കൊണ്ട് നിറയ്ക്കണേ എന്ന് പാടണം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണേ, ദൈവസ്നേഹം നിറയ്ക്കണേ. വാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ,
ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഇനി നമ്മളുടെ സബ്ജക്റ്റ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫാക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന അതിരാവിലെ എഴുന്നേറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം, ആദ്യകാലങ്ങളിലൊന്നും എനിക്കിങ്ങനെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ, രാവിലെയാണ് ഉറങ്ങാൻ നല്ല സുഖമായിട്ടുള്ള സമയം. അപ്പോൾ അത് എൻ്റെ ഒരു ജോയാണ്. വൈ കോണ്ട് ഐ എൻജോയ് മൈ ലൈഫ് ഏർലി മോർണിംഗ്. ഞാൻ അപ്പം അന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് ഇത്തരം വലിയ ബോധ്യമൊന്നും ഇല്ലെന്നുണ്ട്. പക്ഷേ ഒരിക്കൽ ഈ വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ജ്ഞാനം 6-ാം അധ്യായത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം. ജ്ഞാനം 6:14 പറയുന്നത്, എല്ലാവരും ശബ്ദമുയർത്തി, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. അവൾ വാതിക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ ഈ അയർലൻഡിൻ്റെ, UK-യിലെ എല്ലാം അവസ്ഥയിൽ, പ്രത്യേകിച്ച് നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മുടെ മക്കളെല്ലാം വളർന്ന് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള ചിറക് വയ്ക്കുന്ന ഈ കാലഘട്ടത്തിലെല്ലാം നമ്മൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ജ്ഞാനമാണ്. ഈ ജ്ഞാനം പലതരത്തിലാണ് നമ്മളെ സംബന്ധിച്ച് ആവശ്യം. ഒന്ന്, നമ്മളിപ്പോൾ കേട്ടു, ദൈവിക രഹസ്യങ്ങൾ, ഈ വായിക്കുന്ന വചനങ്ങളുടെ എല്ലാം ആന്തരിക അർത്ഥം മനസ്സിലാകണമെങ്കിൽ ജ്ഞാനം വേണം. നമ്മളുടെ ജോലി സ്ഥലത്ത് ജോലി തന്നെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ജ്ഞാനം വേണം. ഇപ്പം UK-യിൽ ഒരു സഹോദരി പറയാണ്, അവളുടെ കിഡ്നിയിൽ എന്തോ ഒരു പ്രശ്നമായിട്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു കിഡ്നിയുടെ പുറത്ത് എന്തോ ഒരു വെള്ളം കെട്ടുന്ന ഉണ്ട്, പാട പിടിച്ചേക്കണം, അത് എടുക്കാൻ വേണ്ടി ഒരു പൈപ്പ് ഇടണം, എന്തോ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഭാഷ. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി, നിസ്സാര കാര്യമുള്ളൂ, ഒരു പ്രൊസീജിയറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അവർ പറഞ്ഞത് ഒരു പ്രൊസീജിയറേ ആവശ്യമുള്ളൂ. അങ്ങനെ പ്രൊസീജിയർ ചെയ്ത് സാധനം കുത്തിയപ്പോൾ കുത്തിയത് വേറെ കിഡ്നിയുമായി പോയി. ഡോക്ടർ പാനിക്കായി കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേതുമ്പോൾ കുറേ കുത്തി എന്തിനു പറയണത്, 2 കിഡ്നിയും ഫെയിലായി. അങ്ങനെ പാവം ഇപ്പോൾ 100% ഡയാലിസിസിലാണ്. ഞാനിതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തോന്നുകയാണ്, ഇതെല്ലാം നമ്മൾ എന്തോയൊക്കെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡോക്ടേഴ്സിനും ഇവർക്കെല്ലാം വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി, നമുക്ക് തന്നെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ വേണ്ടയോ? ഇപ്പോൾ നിങ്ങളൊരു നേഴ്സാണെങ്കിൽ എത്ര റിസ്ക് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ തെറ്റ് വന്നാൽ അതിലൂടെ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ഇതുപോലെയല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു വിഷയം എന്താ? ജ്ഞാനമല്ലേ? നമുക്ക് ജ്ഞാനം കിട്ടണം. അപ്പോൾ ജോലി സംബന്ധമായിട്ട്, ഇനി നമ്മളുടെ കുടുംബ സംബന്ധമായിട്ടാണെങ്കിലും, നമ്മുടെ മക്കളിലേക്ക് നമ്മൾ എന്തെല്ലാം അവരെല്ലാം നന്നായിട്ട് വളരണം, അവരെല്ലാം വലിയ നല്ല ജോലിക്കാരാകണം, അതിനുവേണ്ടി ഇപ്പോഴേ നന്നായിട്ട് പഠിപ്പിക്കണം. പക്ഷേ അവർ ഏത് ജ്ഞാനമാണ് അവർക്ക് വേണ്ടത്? 2 തരത്തിലുള്ള ജ്ഞാനമാണ്. ഒന്ന്, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള, സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനം. മറ്റൊന്ന്, സൃഷ്ടാവിനെക്കുറിച്ചുള്ള ജ്ഞാനം. ഈ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മളുടെ മക്കൾക്കും വേണമോ വേണ്ടയോ? അതില്ലാതെ നമ്മൾ മറ്റ് ജ്ഞാനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അവർക്ക് സാധിക്കില്ല. അവർ ഈ ലോകത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ പിരിമുറുക്കമുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരാണവർ. നമ്മളുടെ കോണ്ടാക്റ്റുകൾ പോലെയല്ല, അവർക്ക് ഒരുപാട് കോണ്ടാക്റ്റുകളാണ്. ഈ അവസ്ഥയിൽ
അവരെ ദൈവത്തിൻ്റെ ജ്ഞാനം മാത്രമേ നയിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളിപ്പോൾ 3 കുർബാനയുടെ സമയം ആയി. അച്ഛൻ വന്നാൽ ഉടനെ നമ്മൾ നിർത്തി കുർബാനയിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ആരാധനയും, അതിനുശേഷം പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ രാത്രി 12 മണി വരെ ഇരിക്കണേ, എനിക്കൊരു വിരോധമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കട്ട. ഈ ജ്ഞാനത്തിൻ്റെ ഈ അധ്യായങ്ങൾ, ഈ 6-ാം അധ്യായത്തിൽ 5 കാര്യങ്ങൾ കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കൂ. 11, 12, 13, 14, 15 എങ്ങനെ ജ്ഞാനം ലഭിക്കും എന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അങ്ങനെ നമുക്ക് ജ്ഞാനം ലഭിക്കാം. അപ്പൊ ജ്ഞാനം ലഭിക്കുന്നതിൻ്റെ ഒരു വഴി ഇത് നമുക്ക് നമ്മളെല്ലാവരും ദൈവവചനം വായിക്കുന്നവരാണ്. പക്ഷെ അതേത് ബോധ്യത്തോടുകൂടി ഇനി വായിക്കണം? ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത് ദൈവജ്ഞാനമാണ്. അതുകൊണ്ട് വചനപ്പെട്ടി എന്നൊരു വചനം എടുത്ത് വായിച്ചാൽ പോരാ, ഒരധ്യായം മുഴുവനും വായിക്കണം. നമ്മൾ വചനത്തെ മുറിച്ച് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരു വചനം. പക്ഷെ ആ പാരഗ്രാഫോ ആ ചാപ്റ്ററിൻ്റെ മുഴുവൻ വായിക്കുമ്പോഴാണ് അത് ആർക്ക് എഴുതി, എന്തിനെഴുതി, എന്ത് സാഹചര്യത്തിൽ എഴുതി, എന്തുകൊണ്ട് എഴുതി, അത് എല്ലാം മനസ്സിലാകുമ്പോഴാണ് ആ വചനത്തിൻ്റെ ജ്ഞാനം നമുക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് ഒരു വചനത്തെ മുറിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇതിങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ച ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടും. ഞാൻ പറയും അതിൻ്റെ താഴോട്ടുള്ളതൊന്ന് വായിച്ചു നോക്കി, അതിനകത്ത് അതിൻ്റെ ഉത്തരവുണ്ടെന്ന് പറയും. നോക്കുമ്പോൾ കറക്റ്റാണ്. അപ്പം നമ്മളെപ്പോഴും വചനം വായിക്കുമ്പോൾ ഒരു വചനത്തെ മുറിച്ചോ അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ മുഴുവൻ ഭാഗം പ്രസക്തമായിട്ടുള്ള എന്തുദ്ദേശത്തിലാണ് കർത്താവ് ആ വചനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വചനം, അത് മുഴുവനും വായിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു ചാപ്റ്റർ തന്നെ വായിക്കേണ്ടി വരും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ ഗലാത്യ ലേഖനം, ആ ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് ഒരു വചനം ഇങ്ങനെ എഴുതിയിരിക്കും, അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഗലാത്യക്കാരോട് പൗലോസ് ലീഹ പ്രത്യേകമായിട്ട് എഴുതുന്നത് എന്താണ്? നിങ്ങളെ ഞാൻ എന്നിലൂടെയാണ് നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുകയും ഈ രക്ഷയുടെ സന്തോഷ വാർത്ത അറിയുകയും ചെയ്തു. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിനെതിരായിട്ട് ഞാൻ തന്നെ വീണ്ടും വന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. ഒരു മാലാഖമെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വീകരിക്കരുത്. കാരണം ഇതാണ് യഥാർത്ഥ സുവിശേഷം. ഇങ്ങനെ ഇരിക്കെ കുറെ യഹൂദ പ്രമാണികൾ വന്നിട്ട് പറഞ്ഞു, ഈ പൗലോസ് പറയണതൊന്നുമല്ല, കൽപ്പന പാലിക്കണം, സർക്കംസിഷൻ നടത്തണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീതി കിട്ടുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്ത് കുറെ പേര് സർക്കംസിഷനും ചെയ്യാൻ തുടങ്ങി. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡത്തിൽ ചെന്നു. അപ്പൊ അവിടെ ജഡം എന്ന് പറയുന്നത് അവരുടെ ആ സർക്കംസിഷനെ കുറിച്ചാണ്. സർക്കംസിഷൻ ജഡത്തിലുള്ള പരിച്ഛേദനമാണ്. പരിച്ഛേദനത്തിലൂടെ അല്ല നമുക്ക് കൃപ കിട്ടുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെ. ഇപ്പൊ ഞാനിത് സൂചിപ്പിച്ചത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനം നിറയുമ്പോൾ മാത്രമേ ഈ വചനത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവൂ. ഓക്കെ, അപ്പോൾ വീണ്ടും ജ്ഞാനത്തിലേക്ക് വരാം. എന്താ അവിടെ പറയുന്നത്? എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അങ്ങനെ നമുക്ക് ജ്ഞാനം ലഭിക്കും. അപ്പൊ ഈ ജ്ഞാനം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയും ആ വചനത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പൊരുൾ മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടെയും വചനത്തിലൂടെ ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ബുദ്ധിയെ പ്രകാശിക്കും. ഇതാ വേറൊരു വചനം വരുന്നു, ജ്ഞാനം സങ്കീർത്തനം 119:130.
സങ്കീർത്തനം 119, 130 പറയുന്നത് വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം. എന്താണ് ഈ പ്രകാശം? ഈ പ്രകാശം ജ്ഞാനമാണ്. അച്ഛൻ വന്നോ? ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ ഈ കൂടുതലായിട്ട് നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു പോയിന്റ്, വചനം കേൾക്കുമ്പോൾ ജ്ഞാനം ലഭിക്കുന്നു. അത് പെട്ടെന്നൊന്ന് 6 പോയിന്റ് പറഞ്ഞ്. രണ്ടാമത് പറയണത് എന്താണ്? തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോകയില്ല. അത് മങ്ങിപ്പോകയില്ല. കണ്ടിന്യൂ. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർക്ക് നിഷ്പ്രയാസം അവളെ കണ്ടെത്താം. അതാണ് നമ്മൾ എന്തിനാ സ്നേഹിക്കുന്നേ? നമ്മൾ യൂറോനെ സ്നേഹിക്കുന്നോ, റുപ്പിയെ സ്നേഹിക്കുന്നോ, ഡോളറിനെ സ്നേഹിക്കുന്നോ, നമ്മുടെ ജോലിയെ സ്നേഹിക്കുന്നോ, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നോ, വസ്തുവകളെ സ്നേഹിക്കുന്നുവോ? ഇതെല്ലാറ്റിലും ഉപരിയായി എന്ത്